എന്ത് നോക്ക് നോക്ക് സാ നോക്ക് 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 ഇതാണ് ഇവളുടെ പേരെന്ന് പറയുന്നത് ലിസ എന്നാണ്. ഞാൻ പൊതുവെ അപ്പി എന്നുള്ള ഒരു ഇതിലാണ് സ്നേഹത്തെ വിളിക്കുന്നത്. 4 വർഷമായി ഞങ്ങൾക്ക് കൈ കിട്ടിയിട്ട്. പിന്നെ ഫുഡെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോർമലി നമ്മൾ കഴിക്കുന്ന ഫുഡാണ് കൊടുക്കുന്നത്. വേറെ പുറത്തു നിന്നുള്ള വെറൈറ്റി ഫുഡൊന്നും അവൾ കഴിക്കത്തില്ല. നമ്മൾ എന്താ കഴിക്കുന്നതെന്ന് വെച്ചാൽ അത് തന്നെ. പിന്നെ പാലാണ് കൂടുതലും കഴിക്കുന്നത്. പിന്നെ ഫിഷ് ഐറ്റങ്ങൾ കുറച്ചായിട്ടേ കഴിക്കത്തുള്ളൂ. ആഹാരം ഫുള്ളി അങ്ങനെ കഴിക്കത്തില്ല. ഒരു നേരത്തെ ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഞാൻ രാവിലെ പോകുമ്പോഴത്തേക്ക് പാല് വെച്ചിട്ട് പോകും. പിന്നെ രാത്രിയിലാണ് നമുക്ക് ഫുഡ് നിറച്ച് കൊടുക്കുന്നത്. ബ്രീഡ് എന്ന് പറയുന്നത് കൊമേറിയനാണ്. അത് ഞങ്ങളുടെ ഇവിടെ താമസിച്ചിരുന്ന വീട്ടിൽ ഞങ്ങളെ വീട് തന്നെ കൊടുത്തിരുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കുഞ്ഞിലേ കിട്ടിയതാണ്. അപ്പം ഇവിടെ നല്ല ഇണക്കമുള്ളതാണ്, നല്ല അനുസരണയാണ്. വെച്ചാൽ ആരും ഇവിടെ എടുത്തുകൊണ്ട് പോകും. ഇരിക്കാൻ പറഞ്ഞായിരിക്കും. ആരോടും നല്ല ഇണക്കവും നല്ല സ്നേഹവും എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു ബ്രീഡ് ആണ് ഇത്. പിന്നെ ഇവള് വന്നതിന് ശേഷമാണ് കുഞ്ഞായി വേറൊരു ഒമേറിയൻ ഉണ്ടായിരുന്നു ആണായിട്ടുള്ളത്. അവൻ്റെ കുഞ്ഞിനെയാണ് വേറൊരു കുഞ്ഞായിട്ട് ഇപ്പം ഞങ്ങൾക്ക് വീണ്ടും വേറെ ഒരെണ്ണം ഉണ്ട്. ഇവൾ കാണുമ്പോഴത്തേക്ക് കുഞ്ഞായിട്ട് തോന്നത്തുള്ളൂ, കുഞ്ഞു കുട്ടിയായിട്ട് തോന്നത്തുള്ളൂ. അമ്മയാണെന്ന് തോന്നത്തില്ല, ഇത് അമ്മയാണ്. എല്ലാ മെമ്പേഴ്സുമായിട്ട് നല്ല അറ്റാച്ചാണ്. എന്നുവെച്ചാൽ നമ്മളുമായിട്ട് ഇണങ്ങുന്നവരാണെങ്കിൽ നല്ല അറ്റാച്ചാണ്. പിന്നെ വീട്ടിൽ അറിഞ്ഞൂടാത്തവർ വരികയാണെങ്കിൽ അവൾ നല്ല ബഹളം വെച്ച് നമ്മൾ അറിയിക്കും. അവൾ എവിടെ വേണം എടുത്തുകൊണ്ട് പോകാം, തോളിലിരിക്കും, ഇങ്ങനെ ഇരിക്കും, എവിടെ വേണോ കൊണ്ടുപോകാം. കൈതാ സെക്കൻഡ്, ആ കൈതാ, ഈ കൈ ആ കൈ, ഈ കൈ താ സെക്കൻഡ്. പിന്നെ രാത്രിയിൽ ഞാൻ എൻ്റെ റൂമിനകത്താണ് ഇവളെ കിടത്തുന്നത്. എന്ത് ചെറിയ സൗണ്ട് ഉണ്ടെങ്കിൽ ഇവള് ബഹളം വെച്ച് ഉണർത്തും. മോളുമായിട്ട് നല്ല നല്ല ഇണക്കമാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ലിസ ഇഷ്ടമാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്. വെറ്റിനറി ഡോക്ടറെ വിളിക്കാറുണ്ട്, കാണിക്കാറുണ്ട്. ഇതിനിടയ്ക്ക് പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, പേവിഷബാധയുടെ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇവക്ക് പ്രത്യേകിച്ച് വേറെ അങ്ങനെ ഒരു പുറത്തോട്ടൊന്നും അങ്ങനെ പോകത്തില്ല. അയ്യോ, കുറച്ച് ദിവസം എന്ന് വെച്ചാൽ മോൻ്റെ കൂടെ പുറത്ത് പോയി വെച്ചാൽ മതിൽ ചാടാൻ ഇവക്ക് അറിയില്ല, അവന് ചാടാൻ അറിയാം. ഇപ്പം ഇവളിങ്ങനെ എത്തി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അവൻ പിറകുന്ന തള്ളി ഇറങ്ങി അങ്ങ് പോയി. ഒരു 3 ദിവസം ഇല്ലായിരുന്നു. അപ്പം ഇവളില്ലെങ്കിൽ നമുക്കെന്തോ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതുപോലെയാണ്. ഇവിടെ അത്രയും ഞാൻ ഓടി നടന്ന് അന്വേഷിച്ച് അവസാനം ഒരാൾ പറഞ്ഞ് കരമന ഏതൊരു അമ്പലത്തിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഇതല്ലായിരുന്നു. പിന്നെ വേറൊരു ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് താഴെ ഒരു വീട്ടിൽ ഇവളുണ്ടായിരുന്നു. പിന്നെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഒരിടം പോകത്തൊന്നുമില്ല, അവളങ്ങനെ പുറത്ത് പോകത്തില്ല. ആ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ ഗേറ്റ് തുറക്കുമ്പം തന്നെ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. എൻ്റെ വണ്ടിയുടെ സൗണ്ട് റോഡിൽ വെച്ചേ കേൾക്കുമ്പോഴത്തേക്ക് അവൾക്കും മനസ്സിലാവും ഇവിടെ കിടന്ന് ബഹളമാണ്. തുറക്കാനും കാണാനും എന്നെ ഒന്ന് കണ്ട് ഓടിക്കാനും. ഞാൻ പിന്നെ ഗേറ്റ് തുറന്ന് വരുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ വണ്ടിക്കകത്ത് സാധനങ്ങളൊക്കെ കാണും. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വന്ന് മണപ്പിക്കും, എടുക്കണില്ലേ എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ എങ്ങനെ ചോദിക്കും. ഭയങ്കര ഒരു സ്നേഹമാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും നേരം കാണാത്തതിൻ്റെ ഒരു സ്നേഹമാണ്. ഭയങ്കര ദുഃഖവും വിഷമമാണ് അവർക്ക്. വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കമന്നങ്ങനെ കിടക്കും. എന്താ ഏതാന്നുള്ള ഒരു ചോദ്യം പോലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇവളൊരു ദിവസം കാണാതിരുന്ന പോലെ ഒരു ദിവസം നഷ്ടമായിപ്പോയോ ഭയങ്കര വിഷമമാണ്. വേറെ പല ബ്രീഡിനെ ഞാൻ വളർത്തുന്നുണ്ട്. പക്ഷെ ഇവള് കഴിഞ്ഞാൽ എനിക്ക് മറ്റെന്തോ ഉള്ളൂ. ഇവള് മറ്റാരെക്കാളും എന്തോ ഇവളോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റാണ്. ഞാൻ കോഴി വളർത്തുന്നുണ്ട്. അപ്പം കോഴിയെ ഉപദ്രവിക്കുന്നവരാരെങ്കിലും വരികയാണെങ്കിൽ ഇവൾ നോക്കിയിരിക്കും. പെരിച്ചാഴി, കീരി ഒക്കെ വരാറുണ്ട്. ഇവൾ നോക്കിയിരുന്നിട്ട് അപ്പോൾ ബഹളം വെച്ചുണ്ടാക്കി അവരെ ഓട്ടിക്കും. പിന്നെ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോഴത്തേക്കും വെളുപ്പിനെ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി വെളുപ്പിനെ എണീക്കും. അപ്പം എനിക്ക് കൂട്ടായിട്ട് എപ്പോഴും വെളിയിൽ വന്ന് നോക്കി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ നിൽക്കും, ഒരിടം പോകത്തില്ല. ഇത് ഈ ലിസയുടെ മോനാണത്. ലിസയെ കാണുമ്പോഴത്തേക്ക് ഇവൻ്റെ മോളെന്ന് പറയും. പക്ഷേ ഇവളെ മോളാണ് അവൻ. ടോബി എന്നാണ് അവൻ്റെ പേര്. ഒരു മോനെ ഉണ്ടാവുള്ളൂ. മോനെ വാ ടോബി,
രവി